കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ 4ാമത്തെ ചാപ്റ്റർ പ്ലാനിംഗ് ഈ പാഠമാണ് ആരംഭിക്കുന്നത്. ഈ പാഠത്തിൻ്റെ 1ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലാനിംഗ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് പ്ലാനിംഗ്? In simple sense, we know planning is the process of thinking before doing. നിത്യജീവിതത്തിലാണെങ്കിലും പ്ലാൻ ചെയ്യുന്നവരാണ് നമ്മൾ. ആസൂത്രണം നിത്യജീവിതത്തിൻ്റെയും അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കലാണ്. പ്ലാനിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ഒരു പദ്ധതി തയ്യാറാക്കലാണ്. അതെങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരാലോചന നടത്തലാണ് പ്ലാനിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ പ്ലാനിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. പ്ലാനിംഗ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ ആൻഡ് ഓൾസോ ഹു ഈസ് ടു ബി ഡൺ. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും മുൻകൂട്ടി ഒരു ഉത്തരം കണ്ടെത്തലാണ് ആസൂത്രണം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവിടെയുള്ള ചോദ്യങ്ങൾ? വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. സോ വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഹൗ ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, അതെപ്പോഴാണ് ചെയ്യേണ്ടത്? ദെൻ ആരാണത് ചെയ്യേണ്ടത്? ഹു ഈസ് ടു ബി ഡൺ. ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കലാണ് പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്ലാനിംഗ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ ആൻഡ് ഓൾസോ ഹു ഈസ് ടു ബി ഡൺ. ദെൻ മോസ്റ്റ് ഓഫൺ planning seeks to bridge the gap between where we are and where we want to go. പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്, ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, പ്ലാനിങ് സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. നമ്മൾ എവിടെ നിൽക്കുന്നു, തുടർന്ന് നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. സോ പ്ലാനിംഗ് സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ, നമ്മൾ എവിടെ നിൽക്കുന്നു, ആൻഡ് വേർ വി വാണ്ട് ടു ഗോ, നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, തുടർന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ദർ ഈസ് എ ഗ്യാപ്പ്, അതായത് പ്രസൻറ്റും ഫ്യൂച്ചറും തമ്മിലുള്ളൊരു ഗ്യാപ്പാണത്. കാരണം നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ പ്രസൻറ്റും ഫ്യൂച്ചറും തമ്മിൽ എന്താണ്, ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് നമുക്ക് പ്ലാനിങ്ങിനെ കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ, മോണിറ്ററിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ശ്രദ്ധിക്കുക. അവിടെ പ്രസൻറ്റ് സ്റ്റാറ്റസിൽ നിന്നും, അതായത് വേർ വി ആർ, പ്രസൻറ്റ് സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് അവിടെ ഫ്യൂച്ചറിനെ വീക്ഷിക്കുകയാണ്. അവിടെ ഫ്യൂച്ചർ സ്റ്റാറ്റസിനെ മുൻകൂട്ടി കാണുകയാണ്, നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, വേർ വി വാണ്ട് ടു ഗോ. അപ്പോൾ ആ പ്രസൻറ്റ് സ്റ്റാറ്റസിൽ നിന്നും ആ ഫ്യൂച്ചർ ഇമേജിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്റ്റാറ്റസിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആണ് നമ്മൾ പദ്ധതികൾ അല്ലെങ്കിൽ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ പ്ലാനിംഗ് എന്ന് പറയുന്നത് പ്രസൻറ്റ് സ്റ്റാറ്റസും ഫ്യൂച്ചർ സ്റ്റാറ്റസും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്. സോ പ്ലാനിംഗ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. രണ്ടാമത്തെ ചിത്രത്തിൽ അത് കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. അവിടെ കറണ്ട് സ്റ്റാറ്റസിൽ നിന്നും ഡിസൈർഡ് സ്റ്റേറ്റിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ അഭിലഷിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്കെന്താണ്, ചില കീ സ്റ്റെപ്സ് ആവശ്യമാണ്. ആ കീ സ്റ്റെപ്സ് എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്.
പ്ലാനുകളിലൂടെയാണ് ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ആ ഫ്യൂച്ചറിലുള്ള അവ്യക്തതകളെ മറികടക്കുന്നത് വ്യക്തമായ പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, പ്ലാനിങ് സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. ഇനി നമുക്ക് പ്ലാനിങ്ങിൻ്റെ നിർവചനത്തിലേക്ക് കടക്കാം. ഡെഫിനിഷൻ ഓഫ് പ്ലാനിങ്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ് ടു പെർഫോം ഡിഫറെൻറ്റ് മാനേജറിയൽ ഓപ്പറേഷൻസ് in order to achieve the predetermined goal. ഹെൻറി ഫയോൾ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് വിചക്ഷണം നൽകിയ നിർവചനമാണ്. നമ്മൾ പഠിക്കേണ്ട ഹെൻറി ഫയോളിനെ കുറിച്ച്. ഈസ് റിഗാർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. ഫങ്ഷണൽ മാനേജ്മെൻറ്റിൻ്റെ പിതാവാണ് ഹെൻറി ഫയോൾ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ഏറ്റവും നല്ല ബദൽ തിരഞ്ഞെടുക്കലാണ്. അപ്പോൾ പ്ലാനിങ് പ്രസക്തമാകുന്നത് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉള്ളപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കലാണ്. ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ ഡിസൈഡ് ചെയ്യലാണ്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ് ടു പെർഫോം ഡിഫറെൻറ്റ് മാനേജറിയൽ ഓപ്പറേഷൻസ്. അപ്പോൾ അനവധി ഓപ്ഷനുകളുള്ളതിൽ നിന്നും ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ് ടു പെർഫോം ഡിഫറെൻറ്റ് മാനേജറിയൽ ഓപ്പറേഷൻസ്, വിവിധങ്ങളായിട്ടുള്ള മാനേജറിയൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇൻ ഓർഡർ ടു അച്ചീവ് ദ പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. അപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള മാനേജറിയൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കലാണ്. അതിൽ ഏറ്റവും നല്ലത് ഏതെന്ന്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കലാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ്ങിലൂടെ മുൻകൂട്ടി നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെ ആയിരിക്കണം, ഏറ്റവും ബെസ്റ്റ് രീതി ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗം ഏതാണ്, ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണെന്ന് മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുകയാണ്. സോ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് the best alternative among others to perform different managerial operations in order to achieve the predetermined goals. This is the definition given by Henry Fayol about planning. Then next we shall discuss about the importance of planning. പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്, മാനേജ്മെൻറ്റിൽ പ്ലാനിങ്ങിൻ്റെ പ്രസക്തി എന്താണ്? നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ടും ഏറ്റവും പ്രഥമമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷനായിട്ട് നമ്മൾ പഠിക്കുന്നത് പ്ലാനിങ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുകയുണ്ടായി മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ കുറിച്ച്. ഏതൊക്കെയായിരുന്നു മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്? പ്ലാനിങ്ങിൽ തുടങ്ങി കൺട്രോളിങ്ങിൽ അവസാനിക്കുന്നവയായിരുന്നു. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇവയായിരുന്നു ആ 5 പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. അപ്പോൾ അതിൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആരംഭിക്കുന്നത് പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ഫങ്ഷൻ, ഏറ്റവും ആദ്യത്തേതുമായിട്ടുള്ള മാനേജ്മെൻറ്റ് ഫങ്ഷനായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പ്ലാനിങ്ങിനെയാണ്. സോ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പ്രധാനപ്പെട്ട 6 പോയിൻറ്റുകളിലൂടെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. ആസൂത്രണമാണ് മാർഗനിർദ്ദേശം നൽകുന്നത്. വിവിധ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശം നമുക്ക് ലഭിക്കുന്നത് കൃത്യമായിട്ട് പ്ലാനിങ്ങിലൂടെയാണ്. സോ പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻസ്. പ്ലാനിങ് എൻഷുവേഴ്സ് ദാറ്റ് the goals or objectives are clearly stated so that they act as a guide for deciding what actions should be taken and in which direction. അപ്പോൾ കൃത്യമായിട്ട് പ്ലാനിങ്ങിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശം വ്യക്തമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അപ്പോൾ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി ഒരു വ്യക്തത പ്ലാനിങ് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്ലാനിങ്ങിലൂടെ
വേഗത്തിൽ നമുക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. സോ പ്ലാനിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻസ്. നമുക്കിവിടെ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ഇഫ് ദർ വാസ് നോ പ്ലാനിംഗ്, എംപ്ലോയീസ് would be working in different directions and the organization would not be able to achieve its desired goals. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ജീവനക്കാർക്ക് അവർ എന്താണ് ചെയ്യേണ്ടത് അവർക്കൊരു മാർഗനിർദ്ദേശം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക വളരെ പ്രയാസകരമായിരിക്കും. അപ്പോൾ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഓരോ ജീവനക്കാരനും തങ്ങൾ ചെയ്യേണ്ടത് എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ലഭിക്കുകയും അപ്പോൾ എല്ലാവരും ആ ലക്ഷ്യനിർവഹണത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഒരേപോലെ പ്രവർത്തിക്കുകയും അങ്ങനെ എളുപ്പത്തിൽ ലക്ഷ്യം നേടാൻ കഴിയുകയും ചെയ്യും. എന്നാൽ കൃത്യമായൊരു പ്ലാനിംഗ് ഇല്ലെങ്കിൽ ഓരോ ജീവനക്കാരും അവരുടേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് തോന്നിയ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കുകയും അവിടെ സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ വരികയും ചെയ്യും. ഇപ്പോൾ പ്ലാനിങ്ങിലൂടെയാണ് ജീവനക്കാർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം ലഭിക്കുന്നത്. തങ്ങളുടെ ഡ്യൂട്ടി എന്താണ്, ഓരോ കാര്യങ്ങളെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളൊരു വ്യക്തത ജീവനക്കാർക്ക് അവിടെ ലഭിക്കുന്നു. അങ്ങനെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ ഓരോ ജീവനക്കാരനും അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കാതെ വരികയും ചെയ്യും. സോ പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻസ്. വേണ്ട മാർഗനിർദ്ദേശം നൽകുന്ന ഒന്നാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. രണ്ടാമതായി പ്ലാനിങ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. നമുക്കറിയാം ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അനിശ്ചിതത്വം നിലനിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നാളേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ പ്ലാനിങ് ഇല്ലെങ്കിൽ നമുക്കറിയാം അവിടെ അൺസർട്ടനിറ്റി വലിയ റിസ്ക്കായിട്ട് നമുക്ക് മാറും. കാരണം വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടാൻ നമുക്ക് കഴിയാതെ വരും. എന്നാൽ മുൻകൂട്ടി ഇത്തരം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ അവിടെ റിസ്ക് നമുക്ക് വളരെ കുറയ്ക്കാൻ കഴിയും. സോ പ്ലാനിങ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. പ്ലാനിങ് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് എനേബിൾസ് എ മാനേജർ ടു ലുക്ക് എഹെഡ് ആൻഡ് ആൻറ്റിസിപ്പേറ്റ് ചേഞ്ചസ്. അപ്പോൾ മാനേജർമാർക്ക് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ധാരണ ലഭിക്കുന്നുണ്ട്. കാരണം കാര്യങ്ങളെ മുൻകൂട്ടി ദർശിക്കാനുള്ള ഒരു കാര്യമാണ് പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നത്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ബിസിനസ് സാഹചര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ് എന്താണ്, അതിൻ്റെ റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഭാവിയെ അല്ലെങ്കിൽ നാളെ നടക്കുന്ന കാര്യങ്ങളെ വളരെ കരുതലോടെ നേരിടാൻ നമുക്ക് പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. ബൈ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ ടാസ്ക് ടു ബി പെർഫോംഡ്, പ്ലാനിങ് ഷോസ് വേ ടു ഡീൽ വിത്ത് ചേഞ്ചസ് ആൻഡ് അൺസർട്ടൈൻ ഇവൻറ്റ്സ്. അപ്പോൾ അങ്ങനെ അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, അവയെങ്ങനെ അല്ലെങ്കിൽ നാളെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ അവയെ എങ്ങനെ നേരിടണമെന്നുള്ള മുൻകൂട്ടി ഒരു ധാരണ നമുക്ക് പ്ലാനിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. സോ ബൈ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ ടാസ്ക് ടു ബി പെർഫോംഡ്. അപ്പോൾ അവിടെ പ്ലാനിങ്ങിലൂടെ നമുക്ക് നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങളെയും അല്ലെങ്കിൽ ഭാവിയിലുള്ള അനിശ്ചിതത്വത്തെയൊക്കെ എന്താണ് നമുക്ക് സധൈര്യം നേരിടാൻ പ്ലാനിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. ആൻഡ് തേർഡ്ലി സ്പീക്കിംഗ്, പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. പ്ലാനിങ്ങിലൂടെ നമുക്ക് ഓവർലാപ്പിംഗ്, ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്യൂട്ടികൾ ഓവർലാപ്പിംഗ് ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ കഴിയും. വ്യക്തമായ പ്ലാനിങ് ഇല്ലെങ്കിൽ അവിടെ ഒരു ജീവനക്കാരൻ ചെയ്ത കാര്യം തന്നെ
അത് മനസ്സിലാക്കാതെ മറ്റൊരു ജീവനക്കാരൻ ചെയ്യും. അവിടെ ഡ്യൂട്ടീസിൻ്റെ ഓവർലാപ്പിംഗ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ കുറേ പ്രവർത്തനങ്ങൾ എന്താണ് വേസ്റ്റ്ഫുള്ളായി മാറും. ഉപയോഗശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ എന്താണ് അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും, പ്ലാൻ ഇല്ലാതാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ. സോ പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. നിത്യജീവിതത്തിൽ തന്നെ നമുക്കറിയാം, നമ്മളൊരു വീട് പണിയുന്നതിന് മുമ്പ് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് വീട് പണിയുന്നതെങ്കിൽ ഒരുപാട് റിസോഴ്സസിൻ്റെ വേസ്റ്റേജസ് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ബിസിനസ്സിൽ പ്ലാനിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആക്ടിവിറ്റീസിൻ്റെ ഓവർലാപ്പിങ്ങും വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. Planning serves as a basis of coordinating the activities and efforts of different divisions, departments and individuals. അപ്പോൾ വിവിധ വ്യക്തികളുടെയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു സ്ഥാപനത്തിലെ വിവിധ ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ പ്ലാനിങ്ങിലൂടെ കഴിയും. അപ്പോൾ പ്ലാനിങ്ങിലൂടെ ഏകോപനം സാധ്യമാണ്. പ്രവർത്തനങ്ങളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വിവിധ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടെന്നാണ് ഈ രീതിയിൽ ഓവർലാപ്പിംഗ് ഓഫ് ഡ്യൂട്ടീസും വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇറ്റ് ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് കൺഫ്യൂഷൻ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിലൂടെ ജീവനക്കാരുടെ കൺഫ്യൂഷൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം എല്ലാ കാര്യങ്ങളും പ്ലാനിൽ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ടാവും. അതിലൂടെ നമുക്ക് ജീവനക്കാരുടെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അവോയ്ഡ് ചെയ്യാൻ കഴിയും. ആൻഡ് ഫോർത്തലി സ്പീക്കിംഗ്, പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നവേറ്റീവ് ഐഡിയാസ്. പ്ലാനിങ്ങിലൂടെയാണ് ഇന്നവേറ്റീവ് ഐഡിയാസ് ഉണ്ടാകുന്നത്. പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാകുന്ന പ്ലാനിങ്ങിലൂടെയാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിലൂടെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. So planning promotes innovative ideas. Since planning is the first function of management, new ideas can take the shape of concrete plans. അപ്പോൾ വ്യക്തമായ പ്ലാനുകൾ തയ്യാറാക്കുന്നതിലൂടെ പല പുതിയ ഐഡിയാസ് നമുക്ക് എന്താണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ് ആക്ടിവിറ്റി ഫോർ ദ മാനേജ്മെൻറ്റ് ആസ് ഇറ്റ് ഗൈഡ്സ് ഓൾ ഫ്യൂച്ചർ ആക്ഷൻസ് ലീഡിങ് ടു ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദ ബിസിനസ്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് പ്ലാനുകൾ തയ്യാറാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പ്ലാനിങ് എന്ന് പറയുന്ന ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും അതിൽ കൂടുതൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്ന എക്സ്പേർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഫലവത്തായിരിക്കും. അത്തരം ഒരു ചലഞ്ചിങ് ആക്ടിവിറ്റിയാണ് പ്ലാനുകൾ തയ്യാറാക്കുക എന്ന് പറയുന്നത്. ഒരുപാട് ഇന്നോവേറ്റീവ് ഐഡിയാസ് നമുക്കതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും പ്ലാനുകളിൽ. സോ പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ് ആക്ടിവിറ്റി ഫോർ ദ മാനേജ്മെൻറ്റ് ആസ് ഇറ്റ് ഗൈഡ്സ് ഓൾ ഫ്യൂച്ചർ ആക്ഷൻസ് ലീഡിങ് ടു ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദ ബിസിനസ്. ആൻഡ് ഫിഫ്ത്ലി സ്പീക്കിംഗ്, പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി പ്ലാനുകളാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും പ്ലാനിൽ എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ എന്താണ് പ്ലാനിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, അതുപ്രകാരം നമുക്ക് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, വീട് നിർമ്മാണത്തിൽ നമുക്ക് അവ്യക്തതകൾ ഉണ്ടാകുമ്പോൾ പ്ലാനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ പ്ലാനുകൾ എടുത്തു വെച്ച് നമുക്കെന്താണ് തീരുമാനങ്ങൾ നമുക്ക് കൈക്കൊള്ളാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പ്ലാനുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് ഹെൽപ്സ് ദ മാനേജേഴ്സ് ടു ലുക്ക് ഇൻ ടു ദ ഫ്യൂച്ചർ ആൻഡ് മേക്ക് എ ചോയ്സ് ഫ്രം എമംഗസ് വേരിയസ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. നമുക്കറിയാം, ഒരു കാര്യം ചെയ്യാൻ തന്നെ പല രീതികളുണ്ടാവാം. അതിൽ ഏറ്റവും നല്ല രീതി ഏതാണെന്ന് നമ്മൾ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിലേറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എടുത്തുകൊണ്ടാണ് നമ്മൾ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഭാവിയെ ഉറ്റുനോക്കിക്കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട നടപടിക്രമം എന്താണെന്ന് തീരുമാനിക്കുകയും
ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് എന്താണ് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അവിടെ തീരുമാനങ്ങൾ എടുക്കാൻ മാനേജർമാർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. പ്ലാനുകളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ദ മാനേജേഴ്സ് ഹാസ് ടു ഇവാലുവേറ്റ് ഈച്ച് ഓൾട്ടർനേറ്റീവ് ആൻഡ് സെലക്ട് ദ മോസ്റ്റ് വയബിൾ പ്രൊപ്പോസിഷൻ. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ വിവിധ ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് ഏതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. നടപ്പിലാക്കുന്ന സമയത്ത് ഏതാണ് നല്ല രീതി എന്ന് വീണ്ടും ചിന്തിക്കേണ്ടതില്ല. കാരണം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു പ്ലാനിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ അതങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി, അത് നടപ്പിലാക്കിയാൽ മതി. അപ്പോൾ ഒരു കൺഫ്യൂഷനും അവിടെ മാനേജേഴ്സിന് ഉണ്ടാവുന്നില്ല. കാരണം മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചു, അതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെയും ഗുണദോഷ വശങ്ങൾ പരിശോധിച്ച് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ കണ്ടെത്തി പ്ലാനിങ്ങിൽ. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ വളരെ എളുപ്പമാണ്. തീരുമാനങ്ങൾ എടുക്കാൻ നമുക്കെന്താണ് ഈ പ്ലാനുകൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. സോ പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് ലാസ്റ്റ്ലി പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. നമ്മൾ കണ്ടു പ്ലാനിങ്ങിൽ തുടങ്ങി കൺട്രോളിങ്ങിൽ അവസാനിക്കുന്നു മാനേജറുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്ലാനുകൾ കൺട്രോളിങ്ങിനും സഹായിക്കുന്നുണ്ട്. വ്യക്തമായ പ്ലാനുകൾ തയ്യാറാക്കിയാൽ അതുപയോഗിച്ച് എന്താണ് നമുക്ക് കൺട്രോളിങ് വളരെ എളുപ്പമാക്കാം. കാരണം പ്ലാനിങ്ങിൻ്റെ സമയത്താണ് ഓരോന്നിൻ്റെയും സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നത്. ഓരോ വർക്കറുടെയും സ്റ്റാൻഡേർഡ് എത്രയാണ്, ഓരോ ആക്ടിവിറ്റിയുടെയും സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നത് പ്ലാനിങ്ങിൻ്റെ സമയത്താണ്. അപ്പോൾ ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യുന്ന പ്ലാനിങ്ങിൻ്റെ സമയത്താണ്. അപ്പോൾ ആ ടാർഗറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഓരോ വർക്കറുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ കൺട്രോളിങ്ങിലൂടെ നമ്മളെന്താ ചെയ്യുന്നത്, അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം കാര്യങ്ങൾ ചെയ്തോ എന്ന് വിലയിരുത്തലാണ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ സമയത്ത് വ്യക്തമായി സ്റ്റാൻഡേർഡുകൾ നിർണ്ണയിക്കുകയാണെങ്കിൽ, കാരണം ടാർഗറ്റുകൾ പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, ആ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ സാധിക്കും. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവരുടെ പെർഫോമൻസ് വിലയിരുത്തലാണെന്ത് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്തോ, ഫിക്സ് ചെയ്ത ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്തോ എന്ന് പരിശോധിക്കലാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം പ്ലാനിങ്ങിൻ്റെ സമയത്താണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്. സോ പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, അതായത് പ്ലാനിങ് നടത്തുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ പ്ലാനിങ് ഇല്ലെങ്കിൽ കൺട്രോളിങ് സാധ്യമല്ല എന്ന് പറയാറുണ്ട്. കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ കൺട്രോളിങ് സാധ്യമാകുന്നില്ല. അപ്പോൾ പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. പ്ലാനിങ് പ്രൊവൈഡ്സ് ദ ഗോൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് അഗൈൻസ്റ്റ് വിച്ച് ആക്ച്വൽ പെർഫോമൻസ് ഈസ് മെഷേർഡ്. അപ്പോൾ അവിടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്ന പ്ലാനിങ്ങിൻ്റെ സമയത്താണ്. അപ്പോൾ ആ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് അവിടെ കൺട്രോളിങ് എളുപ്പത്തിൽ നിർവഹിക്കാൻ കഴിയുന്നു. ബൈ കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സം സ്റ്റാൻഡേർഡ് ആൻഡ് ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ മാനേജേഴ്സ് ക്യാൻ ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. അപ്പോൾ പ്ലാനുകൾ കൃത്യമായിട്ട് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എന്തായിരിക്കണമെന്ന് അതിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഓരോ ജീവനക്കാരൻ്റെയും പ്രവർത്തനത്തെ ആക്ച്വൽ പെർഫോമൻസ് നമുക്കെന്താണ് ഈ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും വ്യതിയാനമുണ്ടെങ്കിൽ, ഡീവിയേഷൻസ് എന്തെങ്കിലും വ്യതിയാനമുണ്ടെങ്കിൽ നമുക്കെന്താണ് അത് തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് മന്ത്ലി ടാർഗറ്റ് ഒരു ജീവനക്കാരൻ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് 500 യൂണിറ്റ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ മാസാവസാനം അയാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ കണ്ടു അയാൾ അത്രയും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. 450 യൂണിറ്റ്സ് അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അയാളുടെ പെർഫോമൻസ് മോശമാണ്, അല്ലെങ്കിൽ അയാൾക്ക് സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അത് സംഭവിച്ചത്? അതിൻ്റെ കാരണങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ട് എന്താണ്
അത് കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും. കറക്റ്റീവ് ആക്ഷൻസ്, അതാണ് കൺട്രോളിങ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്ന പ്ലാനിങ്ങിലാണുള്ളത്. പ്ലാനിങ്ങിൻ്റെ സമയത്താണ് ആ സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യുന്നത്. അത് ഉപയോഗപ്പെടുത്തിയാണ് ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ പ്ലാനിങ് നടത്താതെ നമുക്ക് കൺട്രോളിങ് സാധ്യമല്ല സ്ഥാപനത്തിൽ. സോ ദീസ് ഓൾ ആർ ദ മേജർ പോയിൻറ്റ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. 6 പോയിൻറ്റ്സ് ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്തൊക്കെയായിരുന്നു അവ? ഒന്നാമതായിട്ട് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻസ്. ആവശ്യമായ മാർഗനിർദ്ദേശം ലഭിക്കുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. സെക്കൻഡ്ലി, പ്ലാനിങ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അൺസർട്ടൈൻ ആണ്. ഇത്ര അൺസർട്ടനിറ്റീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അൺസർട്ടനിറ്റീസ് ഉണ്ടാവും, പക്ഷേ അവിടെ എന്താണ്, ആ അൺസർട്ടനിറ്റിയിലൂടെ റിസ്കിനെ നമുക്ക് പ്ലാനിങ്ങിലൂടെ, പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. കാരണം കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നു, നമുക്കെന്താണ് മുൻകരുതലുകൾ സ്വീകരിച്ച് ഭാവിയിലുള്ള ഈ പറയുന്ന പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് നേരിടാൻ, അല്ലെ കരുതലോടെ നേരിടാൻ അതിലൂടെ സാധിക്കും. ദെൻ തേർഡ്ലി, പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ഡ്യൂട്ടിയിലുള്ള ഓവർലാപ്പിംഗ്, വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് കുറയ്ക്കാൻ പ്ലാനിങ്ങിലൂടെ കഴിയുന്നു. നാലാമതായി, പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നവേറ്റീവ് ഐഡിയാസ്. ഇന്നവേറ്റീവായിട്ടുള്ള ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുന്നു പ്ലാനിങ്. പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. യഥാസമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്ലാനിങ് ആണ്. ആൻഡ് ലാസ്റ്റ്ലി, പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. കൺട്രോളിങ്ങിന് ആവശ്യമായുള്ള സ്റ്റാൻഡേർഡുകൾ നിർണ്ണയിക്കുന്നതും പ്ലാനിങ് ആണ്. സോ ദീസ് ഓൾ ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ മാനേജർമാരെ സംബന്ധിച്ച് പ്ലാനിങ് പ്രാധാന്യം അറിയിക്കാനുള്ള കാരണം ഈ പറഞ്ഞവയ്ക്കാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? പ്ലാനിങ് ഫംഗ്ഷൻ, മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷനായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണുന്നത്. ഇവിടെ 7 പോയിൻറ്റുകളിലൂടെയാണ് നമ്മളത് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതിലാണ്. അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് ഫോക്കസ് ചെയ്യുന്നത് ലക്ഷ്യ പൂർത്തീകരണത്തിനാണ്. പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. അവിടെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് പ്ലാനിങ്. അതായത് പ്ലാനിങ് ലക്ഷ്യാധിഷ്ഠിതമാണെന്ന് നമുക്ക് പറയാം. ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മളെന്താണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. സോ ആസൂത്രണം എന്ന് പറയുന്നത് ലക്ഷ്യാധിഷ്ഠിതമാണ്. പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. സ്പെസിഫിക് ഗോൾസ് ആർ സെറ്റ് ഔട്ട് ഇൻ ദ പ്ലാൻസ് എലോങ് വിത്ത് ദ ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ടു അച്ചീവ് ദ ഗോൾസ്. ഇപ്പോൾ ഏത് പ്ലാനാണെങ്കിലും ആ പ്ലാനിൽ കൃത്യമായിട്ട് ലക്ഷ്യം എന്താണ്, നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് കൃത്യമായിട്ടുണ്ടാവും. നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ അത് എങ്ങനെ അച്ചീവ് ചെയ്യാം, അതിനുള്ള ഏറ്റവും നല്ല മാർഗം, ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണെന്ന് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടാവും. പ്ലാനിങ് ഹാസ് നോ മീനിങ് അൺലെസ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു അച്ചീവ്മെൻറ്റ് ഓഫ് പ്രീഡിറ്റർമിൻഡ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പ്ലാനുകൾ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം പ്ലാനുകൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പൊതുലക്ഷ്യങ്ങൾ തീരുമാനിക്കുകയും ആ പൊതുലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് മുൻകൂട്ടി ആരായുകയുമാണ്. Then the second point is planning is a primary function of management. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രാഥമിക കർത്തവ്യമാണെന്ത്? പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് പ്ലാനിങ് ഏറ്റവും പ്രാഥമിക കർത്തവ്യമാണ്. പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്.
പ്ലാനിംഗ് പ്രൊവൈഡ്സ് ദ ബേസിസ് ഓഫ് ഓൾ അതർ ഫങ്ഷൻസ്. ഏത് ഫങ്ഷനും ഏതിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് പ്ലാനിങ്ങിനെയാണ്. നമ്മൾ കണ്ടു കൺട്രോളിംഗ് പോലും പ്ലാനിങ്ങിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഓർഗനൈസിങ് നടത്തുന്നതും പ്ലാനിങ്ങിനെ അനുസരിച്ചാണ്. സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും ഒക്കെ പ്ലാനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കർത്തവ്യം എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്. ഓൾ അതർ മാനേജറിയൽ ഫങ്ഷൻസ് ആർ പെർഫോംഡ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ദ പ്ലാൻസ് ഡ്രോൺ. നമ്മൾ കണ്ടു എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏത് ഫങ്ഷൻ നിറവേറ്റുമ്പോഴും അതൊക്കെ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? പ്ലാനുകളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ഓൾ മാനേജീരിയൽ ഫങ്ഷൻസ് ആർ പെർഫോംഡ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ദ പ്ലാൻസ് ലേ ഡൗൺ. നമ്മൾ തയ്യാറാക്കിയ പ്ലാനിനനുസരിച്ചാണ് ബാക്കി എല്ലാ മാനേജീരിയൽ ഫങ്ഷനും പെർഫോം ചെയ്യപ്പെടുന്നത്. ദിസ് ഈസ് റെഫേർഡ് ആസ് പ്രൈമസി ഓഫ് പ്ലാനിങ്. ഇതിനാണ് എന്ത് പറയുക? പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രാഥമിക കർത്തവ്യം, ഏറ്റവും പ്രാഥമികമായിട്ട് നിർവഹിക്കേണ്ടത്. കാരണം ബാക്കി എല്ലാ ഫങ്ഷനും പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഫങ്ഷനും അതോടൊപ്പം തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫങ്ഷനുമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രൈമസി ഓഫ് പ്ലാനിങ് എന്നുള്ള അത് പ്ലാനിങ്ങിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് പ്ലാനിങ്ങിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. പ്രൈമസി ഓഫ് പ്ലാനിങ്. Planning is the primary function of management. And thirdly, planning is purposive. മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകത പഠിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് മാനേജ്മെൻറ്റ് പെർവസീവാണ്, സർവൈവ്യാപിയാണ്. എല്ലാത്തരം സ്ഥാപനങ്ങളിലും എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും ഇവിടെ പ്ലാനിങ് പ്രസക്തമാണ്. ആസൂത്രണം എല്ലാ തലങ്ങളിലും അനിവാര്യമാണ്. Planning is required at all levels of management as well as in all departments of the organization. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം പ്ലാൻ ചെയ്താൽ പോരാ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്ലാൻ ചെയ്യണം. അപ്പോൾ പ്ലാനിങ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പ്ലാനിങ് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും ആവശ്യമാണ്. അല്ലാതെ ടോപ്പ് ലെവൽ മാത്രം പ്ലാൻ ചെയ്താൽ പോരാ. പ്ലാനിങ്ങിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ടോപ്പ് മാനേജ്മെൻ്റ് ആണെങ്കിലും ലോവർ ലെവലിലേക്കും പ്ലാനിങ് അനിവാര്യമാണ്. ടോപ്പ് മാനേജ്മെൻറ്റ് നമുക്കറിയാം സ്ഥാപനത്തിൻ്റെ ഓവറോൾ പ്ലാനുകൾ തയ്യാറാക്കുന്നു. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാനുകളാണ് തയ്യാറാക്കുന്നത്. മാർക്കറ്റിംഗ് മാനേജറെ സംബന്ധിച്ച് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനുകളാണ് തയ്യാറാക്കുന്നത്. പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനുകൾ തയ്യാറാക്കുന്നു. ഫിനാൻസ് മാനേജർ ആവശ്യമുള്ള പണം സ്വരൂപിക്കുന്നത് അത് ചെലവഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനുകൾ തയ്യാറാക്കുന്നു. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്, മിഡിൽ ലെവൽ മാനേജേഴ്സ് അവിടെ തങ്ങളുടെ ചുമതലയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനിയും ലോവർ ലെവൽ പ്ലാനിങ് വേണം. ലോവർ ലെവൽ മാനേജ്മെൻറ്റിലും പ്ലാനിങ് വേണം. ലോവർ ലെവൽ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? സൂപ്പർവൈസർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്? അവരവരുടെ ഈ പറയുന്ന വർക്ക് പെർഫോമൻസാണ് അവർ ആക്ച്വലി വർക്കാണ് അവരെന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. അതായത് അവരുടെ ഈ പറയുന്ന റൊട്ടീൻ ആക്ടിവിറ്റീസ്, ആ ദൈനംദിന പ്രവർത്തനങ്ങളാണ് ആര് പ്ലാൻ ചെയ്യേണ്ടത്? ലോവർ ലെവൽ മാനേജേഴ്സ്. അപ്പോൾ എല്ലാ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലും പ്ലാനിങ് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്ലാനിങ് ആവശ്യമാണ്. ഇറ്റ് ഈസ് കോൾഡ് പെർവസീവ്. അതാണ് പ്ലാനിങ് സർവ്വവ്യാപിയാണ്. എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും അത് പെർഫോം ചെയ്യപ്പെടണം. എല്ലാ സ്ഥാപനത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അത് അനിവാര്യമാണ്. സോ നമ്മൾ കണ്ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ് പ്രിപ്പയർസ് ഓവറോൾ പ്ലാൻസ്. മിഡിൽ മാനേജ്മെൻറ്റ് ഡസ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ പ്ലാനിങ്. അറ്റ് ദ ലോവസ്റ്റ് ലെവൽ ഡേ ടു ഡേ ഓപ്പറേഷണൽ പ്ലാനിങ് ഈസ് ഡൺ. അപ്പോൾ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും പ്ലാനിങ് വേണം. ടോപ്പ് ലെവൽ ഓവറോൾ പ്ലാൻസ് തയ്യാറാക്കുമ്പോൾ അവിടെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ പ്ലാനിംഗ് ആണ് നടത്തുന്നത്. എന്നാൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ആകുമ്പോഴോ ഡേ ടു ഡേ ഓപ്പറേഷണൽ പ്ലാനിംഗ് ആണ്. ആ റൊട്ടീൻ വർക്കുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം, ആ പ്ലാനുകളാണ് അവിടെ ഡേ ടു ഡേ ഓപ്പറേഷണൽ പ്ലാനുകളാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് തയ്യാറാക്കുന്നത്. സോ പ്ലാനിങ് ഈസ് പെർവസീവ് ഇൻ നേച്ചർ. നാലാമതായിട്ട് മാനേജ്മെൻറ്റിനെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്.
മാനേജ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്ലാനിങ്ങും എന്താണ്? കണ്ടിന്യൂസ് ആണ്, തുടർച്ചയായിട്ട് ഉള്ളൊരു കാര്യമാണ്. അല്ലാതെ സ്ഥാപനം തുടങ്ങുമ്പോൾ മാത്രം വേണ്ട ഒരു പ്രവർത്തനമല്ല പ്ലാനിങ്. സ്ഥാപനം റൺ ചെയ്യുന്ന എല്ലാ കാലത്തും പ്ലാനുകൾ തയ്യാറാക്കേണ്ടി വരും. ചിലപ്പോൾ പ്ലാനുകൾ എന്താണ്? റിവൈസ് ചെയ്യേണ്ടി വരും. സാഹചര്യങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് പ്ലാനുകളും നമ്മൾ പുതുക്കേണ്ടി വരും. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അല്ലാതെ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ തുടർന്നുള്ള 10 വർഷത്തേക്കുള്ള പ്ലാനുകൾ തയ്യാറാക്കിയതുകൊണ്ട് കാര്യമില്ല. സോ പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഒരു തുടർച്ചയായിട്ട് ഉള്ളൊരു നടക്കുന്നൊരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു തുടർ പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ. പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം, മേ ബി ഫോർ എ മന്ത്, എ ക്വാർട്ടർ ഓർ എ ഇയർ. ഒരു നിശ്ചിത കാലയളവിലേക്കാണ് തയ്യാറാക്കുന്നത്. എത്ര ഷോർട്ടർ പീരീഡിലേക്കാണോ നമ്മൾ തയ്യാറാക്കുന്നത് അത്ര ആക്യുറേറ്റ് ആയിരിക്കും പ്ലാനുകൾ. കാരണം ലോങ് ടൈമിലേക്കുള്ള കാര്യങ്ങൾ നമുക്കെന്താണ് ഒരിക്കലും കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഷോർട്ട് ടൈം പ്ലാനുകൾ, ലോങ് ടൈം പ്ലാനുകൾ തയ്യാറാക്കിയാലും അതിനെ ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് എന്താണ് ഷോർട്ട് ടൈം പ്ലാനുകൾ തയ്യാറാക്കണം. നമുക്കറിയാം ഇന്ത്യയിൽ 5 ഇയർ പ്ലാനുകളാണ് നടപ്പിലാക്കാറുള്ളത്, പഞ്ചവത്സര പദ്ധതികൾ 5 വർഷ കാലയളവിലേക്ക്. എന്നാൽ അതിനെ വീണ്ടും ഇയർലി പ്ലാനുകളായിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. കാരണം ലോങ് ടൈമിലേക്ക് പ്ലാനുകൾ തയ്യാറാക്കുന്ന പലപ്പോഴും എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്രയാസകരമാണ്. കാരണം സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ വേണ്ട മാറ്റങ്ങൾ പ്ലാനുകൾ വരുത്തണം. ചേഞ്ചസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ പലപ്പോഴും എന്താണ് പ്ലാനുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്ലാനുകൾ തയ്യാറാക്കി എന്ന് കരുതിയിട്ട് കാലാകാലം ആ പ്ലാനുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. വേണ്ട മാറ്റങ്ങൾ പ്ലാനുകളും വരുത്തണം. സാഹചര്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പ്ലാനുകളിലും നമ്മൾ മാറ്റം വരുത്താൻ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് പീരീഡ് ദർ ഈസ് നീഡ് ഫോർ എ ന്യൂ പ്ലാൻ ടു ബി ഡ്രോൺ ഓൺ ദ ബേസ് ഓഫ് ന്യൂ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഫ്യൂച്ചർ കണ്ടീഷൻസ്. അവിടെ അപ്പോൾ പ്ലാനുകൾ നിരന്തരം തയ്യാറാക്കേണ്ടതായിട്ട് വരും. അല്ലാതെ സ്ഥാപനം ആരംഭിക്കുമ്പോൾ മാത്രം വേണ്ടിയ ഒരു പ്രവർത്തനമല്ല പ്ലാനിങ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ. ദെൻ 5ാമതായിട്ട് നമ്മൾ കാണുന്നത് പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. ഇന്നേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമല്ല, നാളേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ. Planning essentially involves looking ahead and preparing for future. Peeping into the future എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. നാളേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. നാളെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് തീരുമാനിക്കലാണ് പ്ലാനുകൾ ചെയ്യുന്നത്, പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നത്. സോ പ്ലാനിങ് എസെൻഷ്യലി ഇൻവോൾവ്സ് ലുക്കിംഗ് അഹെഡ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ഫ്യൂച്ചർ. നാളേക്ക് വേണ്ടി ഒരു പ്രിപ്പറേഷൻ നടത്തുകയാണ്, കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം അതിനുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തലാണ് അവിടെ പ്ലാനുകളിലൂടെ ചെയ്യുന്നത്. ഇറ്റ് ഇംപ്ലൈസ് പീപ്പിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ, അനലൈസിങ് ഇറ്റ് ആൻഡ് പ്രെഡിക്റ്റിംഗ് ഇറ്റ്. അപ്പോൾ പ്ലാനിങ്ങിലൂടെ നമ്മളെന്താ ചെയ്യുന്നത്? നാളേക്കുള്ളൊരു എത്തിനോട്ടമാണ്. അപ്പോൾ നാളത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ പ്രവചിക്കുകയാണ്, പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. പ്ലാനിങ് ഈസ് സോ റിഗാർഡഡ് ആസ് എ ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷൻ. അതുകൊണ്ടാണ് പ്ലാനിങ്ങിന് എന്തെന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷനായിട്ട് നമ്മൾ കാണുന്നത്. നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലെ നാളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. പ്ലാനിങ് ഈസ് റിഗാർഡഡ് ആസ് എ ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷൻ. ദെൻ 6ാമതായിട്ട് പറയാനുള്ളത് പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ്ങിൽ എന്താ ചെയ്യുന്നത്? ഡിസിഷൻ മേക്കിംഗ് ആണ്, തീരുമാനമെടുക്കലാണ്. സാധാരണ പറയാറുണ്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒറ്റൊരു മാർഗമേ ഉള്ളെങ്കിൽ അവിടെ പ്ലാനുകൾ ചെയ്യേണ്ട കാര്യമില്ല, പ്ലാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം വേറെ ബദൽ മാർഗങ്ങളില്ല. അപ്പോൾ ഒത്തിരി ഓൾട്ടർനേറ്റീവ്സ് അവിടെ ഇല്ലാത്തപ്പോൾ നമുക്കെന്താണ് അവിടെ വലിയ പ്ലാനിങ്ങിൻ്റെ പ്രസക്തിയില്ല. സ്കൂളിലേക്ക് വരാൻ മറ്റൊരു മാർഗവുമില്ല, നടന്നു പോകേണ്ടതുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി പ്ലാൻ ചെയ്യേണ്ടതൊന്നുമില്ല നമ്മൾ എന്ന് പറഞ്ഞതുപോലെ
അവിടെ അനവധി ഓൾട്ടർനേറ്റീവ് ഉണ്ടാകുമ്പോഴാണെന്ത് പ്ലാനിങ്ങിന് പ്രസക്തിയുള്ളൂ. ഇതിൽ ഏറ്റവും നല്ലത് ഏതാണ്, ഏറ്റവും ഇക്കണോമിക്കലായിട്ടുള്ളത്, ചിലവ് കുറഞ്ഞ രീതി ഏതാണ്, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും ഫലവത്തായിട്ടും എങ്ങനെ ആ കാര്യം ചെയ്യാം, അതാണ് പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നത്. സോ പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് എസെൻഷ്യലി ഇൻവോൾവ്സ് ചോയ്സ് ഫ്രം എമംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. വിവിധ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും നമുക്ക് ഏറ്റവും ഉചിതമായത് തിരഞ്ഞെടുക്കലാണ് പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നത്. ദ നീഡ് ഫോർ പ്ലാനിങ് അറൈസസ് ഓൺലി വെൻ ഓൾട്ടർനേറ്റീവ്സ് ആർ അവൈലബിൾ. അവിടെ ഓൾട്ടർനേറ്റീവ്സ് ഇല്ലെങ്കിൽ പിന്നെ പ്ലാനിങ്ങിന് പ്രസക്തിയില്ല. പ്ലാനിങ് ഇൻവോൾവ്സ് ഇവാലുവേഷൻ ഓഫ് ഈച്ച് ഓൾട്ടർനേറ്റീവ് ആൻഡ് ചൂസിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ. ഇവിടെ പ്ലാനിങ് എന്ന് പറയുന്നത് ആ പ്രവർത്തനം നടക്കുന്ന കാര്യം എന്താണ്? അപ്പോൾ വിവിധ ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ വിശകലനം നടത്തി ഏതാണ് നല്ലതെന്ന് പരിശോധിക്കുന്നു. ഓരോന്നിൻ്റെയും ഗുണവശങ്ങളും ദോഷവശങ്ങളും നമ്മൾ നോക്കിയിട്ട് അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് തോന്നുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ളതിനെ നമ്മൾ തിരഞ്ഞെടുക്കലാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ തീരുമാനമെടുക്കലാണ് പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നത്. മുൻകൂട്ടി തീരുമാനിക്കുന്നുവെന്നേ ഉള്ളൂ. നാളെ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ തീരുമാനിക്കുന്നതെന്നേ ഉള്ളൂ പ്ലാനിങ്ങിൽ. സോ പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് ലാസ്റ്റ്ലി പ്ലാനിങ് ഈസ് എ മെൻ്റൽ എക്സർസൈസ്. ഒരുപാട് ആലോചന വേണ്ട ഒരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. കാരണം മുൻകൂട്ടി ദർശിക്കാൻ കഴിയുന്നവർക്ക്, അല്ല നാളത്തെ സാഹചര്യം എന്താണെന്ന് മുൻകൂട്ടി കാണാൻ കഴിയുന്നവർക്കേ നല്ല പ്ലാനുകൾ തയ്യാറാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ദീർഘവീക്ഷണമുള്ളവരായിരിക്കണം നല്ല പ്ലാനേഴ്സ്. അതൊരു മെൻ്റൽ എക്സസൈസാണ്. പ്ലാനിങ് റിക്വയർസ് ആപ്ലിക്കേഷൻ ഓഫ് ദ മൈൻഡ് ഇൻവോൾവിങ് ഫോർസൈറ്റ്, ഇൻ്റലിജൻറ്റ് ഇമാജിനേഷൻ ആൻഡ് സൗണ്ട് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ കഴിവുറ്റ പ്ലാനർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലാൻ തയ്യാറാക്കുന്ന വ്യക്തി മികവുറ്റ ആളാവണമെങ്കിൽ അയാൾക്ക് നാളെക്കുറിച്ചുള്ള ഒരു ദീർഘദർശനം ഉണ്ടാവണം. നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി കാണാനുള്ള അല്ലെ പ്രവചിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം. അത്തരമൊരു ഇൻ്റലിജൻറ്റ് ഇമാജിനേഷൻ ഉണ്ടാവണം. അതിൻ്റെ സൗണ്ട് ജഡ്ജ്മെൻറ്റ്, കാര്യങ്ങൾ കൃത്യമായിട്ട് വിവേചിച്ചറിയാൻ, കൃത്യമായിട്ട് കാര്യങ്ങൾ നിർണ്ണയിക്കാൻ കഴിയുന്ന ആളായിരിക്കണം നല്ലൊരു പ്ലാനിങ് നടത്തുന്നയാളെന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ബേസിക്കലി ആൻ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ഓഫ് തിങ്കിങ് റാദർ ദാൻ ഡൂയിങ്. കാര്യങ്ങൾ ചെയ്യലെളുപ്പമാണ്. എങ്ങനെ ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കലാണ് പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ മുൻകൂട്ടി തീരുമാനിക്കുക എന്ന് പറഞ്ഞ ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ കൂടുതൽ ആലോചന അവിടെ വേണം. അപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വളരെ പ്രസക്തമാണ് എങ്ങനെ ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കൽ. അപ്പോൾ പ്ലാനിങ് കൂടുതൽ പ്രസക്തമാണ്. ഇറ്റ് ഈസ് എ മെൻ്റൽ എക്സസൈസ്. ഇറ്റ് ഈസ് ബേസിക്കലി ആൻ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ഓഫ് തിങ്കിങ് റാദർ ദാൻ ഡൂയിങ്. കാര്യങ്ങൾ ചെയ്യലല്ല, എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കലാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മെൻ്റൽ എക്സസൈസ്, ആൻ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി. സോ ദീസ് ഓൾ ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റ് ലക്ഷ്യാധിഷ്ഠിതമാണെന്ന് പറയുന്നത് പോലെ പ്ലാനിങ്ങും എന്താണ്? ലക്ഷ്യാധിഷ്ഠിതമാണ്. ഒരു ലക്ഷ്യം മുൻകൂട്ടി തീരുമാനിക്കാതെ പ്ലാൻ ചെയ്യാൻ സാധിക്കില്ല. പ്ലാനിങ്ങിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ലക്ഷ്യനിർണ്ണയത്തിനാണ്. എന്തായിരിക്കണം നമ്മുടെ ടാർഗറ്റ്? ആ ലക്ഷ്യം മുൻകൂട്ടി തീരുമാനിക്കലാണ് പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ്ലി പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്രൈമസി ഓഫ് പ്ലാനിങ്ങിനെ കുറിച്ച്, കാരണം ബാക്കി എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും പ്ലാനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ബേസ് ചെയ്തിരിക്കുന്നു. ദെൻ തേർഡ്ലി പ്ലാനിങ് ഈസ് പെർവസീവ്. ലൈക്ക് മാനേജ്മെൻറ്റ്, പ്ലാനിങ് ഈസ് ഓൾസോ പെർവസീവ്. എല്ലാ തലങ്ങളിലും ആവശ്യമുള്ള ഒന്നാണ് പ്ലാനിങ്. ടോപ്പ് ലെവലിൽ മാത്രം വേണ്ട ഒന്നല്ല പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ് സർവ്വവ്യാപിയാണ്, പെർവസീവാണ്. ആൻഡ് ഫോർത്തിലി പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ. അതൊരു തുടർ പ്രക്രിയയാണ്. മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ് ഇവിടെയും നമ്മൾ പ്ലാനിങ്ങിന് പറയുന്നത്. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. ആൻഡ് ഫിഫ്ത്തിലി പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഒരു ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷനാണ്. നാളെക്കുറിച്ചുള്ള തീരുമാനമെടുക്കലാണ്. പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ.
ആൻഡ് ഓൾസോ പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കലാണ് പ്ലാനിങ്. ആൻഡ് ലാസ്റ്റ്ലി പ്ലാനിങ് ഈസ് എ മെൻ്റൽ എക്സസൈസ്. ദീസ് ഓൾ ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ പ്രധാന പ്രത്യേകതകളാണ് നമ്മൾ ഈ 7 പോയിൻ്റുകളിലൂടെ ഇവിടെ ചർച്ച ചെയ്തത്. സോ പ്ലാനിങ്ങിൻ്റെ ആദ്യ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പ്ലാനിങ്ങിൻ്റെ തുടർന്നുള്ള ടോപ്പിക്സ് നമുക്ക് ചർച്ച ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും വിട. താങ്ക് യു എവരിവൺ.